ഓം രാമായണത്തിൻ്റെ കീർത്തിസ്തംഭങ്ങൾ. സുമഹാത്മാക്കളെ സാദരം വന്ദേ മാതരം. ഇന്ന് ഭാഗം 14 അത്യന്തം മാനസിക സംഘട്ടനങ്ങൾ നിറഞ്ഞ സന്ദർഭം സൂചിപ്പിക്കുകയാണ്. ലോകാപവാദ വിവരം അറിഞ്ഞ സമയം സീതാരാമന്മാർക്കും ലക്ഷ്മണകുമാരനും ഉണ്ടായ മാനസിക സംഘർഷം പറഞ്ഞറിയിക്കാൻ സാധ്യമല്ലാത്തതാണ്. അത് ഓർത്തിട്ട് ഓരോ ജിജ്ഞാസുവും സങ്കല്പത്തിലൂടെ അത് മനസ്സിലാക്കുക. സ്വസങ്കല്പത്തിലൂടെ സീതാദേവി ലക്ഷ്മണകുമാരനോട് ഇപ്രകാരം പറഞ്ഞു: ലക്ഷ്മണ, നീ രാജാജ്ഞ അനുസരിച്ച് പ്രവർത്തിക്കുക. ശുശ്രൂക്കളെല്ലാവരോടും എൻ്റെ കുശലാന്വേഷണം അറിയിക്കുക. രാജാവിൻ്റെ ചരണങ്ങളിൽ നമിച്ച് തൊഴുകയോടെ ഞാൻ അറിയിക്കുന്നതായി പറയുക. സീത ശുദ്ധയും അങ്ങയിൽ പരമഭക്തിയും ഉള്ളവളുമാണെന്ന് അവിടേക്ക് അറിവുള്ളതാണല്ലോ. അയശോഭീരുമായ അവിടെ നിന്ന് വിടിഞ്ഞു. അവിടേക്ക് വന്നു ചേരുന്ന അപവാദം ഞാൻ പരിഹരിക്കേണ്ടത് തന്നെയാണല്ലോ. അവിടെ നിന്നാണല്ലോ എൻ്റെ പരമഗതി. അങ്ങ് ധർമ്മം തെറ്റാതെ വർത്തിക്കേണ്ടതാകുന്നു. അതുമൂലം നിസ്തുല കീർത്തി ഉണ്ടാകും. പൗരാപവാദം കൊണ്ടുള്ള വേദന എനിക്ക് ശരീരത്തെക്കുറിച്ചുള്ളതിനേക്കാൾ അനുഭൂതിയിലൂടെ അറിയാൻ കഴിയുന്നു. ഭർത്താവാണ് സ്ത്രീയുടെ ദേവതയും ബന്ധുവും ഗുരുവും. അതിനാൽ ഭർതൃകാര്യം പ്രാണനേക്കാൾ പ്രിയതരമാകുന്നു എനിക്ക്. സീതാദേവിയുടെ വാക്കുകൾ കേട്ടിട്ട് ലക്ഷ്മണകുമാരൻ വിങ്ങിപ്പൊട്ടുകയാണ്. ലക്ഷ്മണ, നോക്കൂ, ഞാനിപ്പോൾ ഗർഭിണിയാണെന്നതിന് സാക്ഷ്യം വഹിച്ചുകൊണ്ട് പോയാലും. ലക്ഷ്മണൻ കരഞ്ഞുകൊണ്ട് സീതയെ വലം വച്ചുകൊണ്ട് ചോദിച്ചു: ദേവി, അവിടുത്തെ രൂപം ഞാനിതുവരെയും കണ്ടിട്ടില്ല. പാദങ്ങൾ മാത്രം കണ്ടിട്ടുണ്ട്. രാമൻ കൂടെ ഇല്ലാത്ത ഈ സന്ദർഭത്തിൽ ഞാൻ ഭവതിയെ എങ്ങനെ കാണും? ഇത്രയും പറഞ്ഞ് നമസ്കരിച്ച ലക്ഷ്മണൻ വഞ്ചിയിൽ കയറി യാത്ര തിരിച്ചു. അനാഥയായ സീത ഉറക്കെ വിലപിച്ചു. മുനികുമാരന്മാർ പറഞ്ഞറിഞ്ഞ് വാൽമീകി മഹർഷി വന്ന സീതയെ സ്വാഗതം ചെയ്തു കൂട്ടിക്കൊണ്ടുപോയി തപസ്വിനികളുടെ കൂട്ടത്തിൽ താമസിപ്പിച്ചു. മറുകരയിൽ നിന്നും സീതാദേവിയുടെ ആശ്രമപ്രവേശം കണ്ട ലക്ഷ്മണനും സുമന്ത്രരും ദൈവേച്ഛയുടെ മുമ്പിൽ കീഴ്വഴങ്ങുകയല്ലാതെ ഗത്യന്തരമില്ലെന്ന് തങ്ങളിൽ പറഞ്ഞ് സമാധാനിച്ചുകൊണ്ട് അയോധ്യയ്ക്ക് മടങ്ങി. വഴിക്ക് സുമന്ത്രർ ഒരു പൂർവകഥ ലക്ഷ്മണനോട് ഇപ്രകാരം പറയുന്നു: പണ്ട് ദശരഥ മഹാരാജാവ് ഒരു നാൾ ദുർവാസാവിനോട് തൻ്റെ വംശഭാവിയെക്കുറിച്ച് ചോദിക്കുകയുണ്ടായി. അപ്പോൾ മഹർഷി പറഞ്ഞതാണിത്: പണ്ട് ദേവന്മാരിൽ
ദേവന്മാരാൽ പോരിൽ പരാജിതരായ അസുരന്മാർ ഭൃഗുപത്നിയെ ശരണം പ്രാപിച്ചു. മുനിപത്നി അവർക്ക് അഭയം നൽകി. ഇത് കണ്ട് കുപിതനായ വിഷ്ണു ചക്രം കൊണ്ട് ഭൃഗുപത്നിയുടെ ശിരസ്സറുത്തു. സ്വപത്നിയെ വിഷ്ണു വധിച്ചതിൽ അമർഷം പൂണ്ട ഭൃഗു വിഷ്ണുവിനെ മനുഷ്യനായി ജനിക്കാൻ ഇടവരട്ടെ എന്നും ഏറെ നാൾ പത്നീവിയോഗം സംഭവിക്കട്ടെ എന്നും ശപിച്ചു. ലോകമംഗളത്തിനായി വിഷ്ണു ഭഗവാൻ ആ ശാപം സ്വീകരിച്ചു. ആ ഭഗവാനാണിപ്പോൾ അങ്ങയുടെ പുത്രനായി പിറന്നിരിക്കുന്നത്. അതുകൊണ്ട് ഇതെല്ലാം അപരിഹാര്യമാണെന്ന് സഹിക്കേണ്ടതാണെന്നും സുമന്ത്രർ ഉപദേശിച്ചു. ലക്ഷ്മണൻ മടങ്ങിയെത്തി. ദീനദീനനായി വാഴുന്ന രാമൻ്റെ കാലിന് വണങ്ങി. ലക്ഷ്മണൻ ജ്യേഷ്ഠനെ സമാധാനിപ്പിച്ചുകൊണ്ട് ഇപ്രകാരം പറയുന്നു: ഒന്നിച്ചു കൂടിയവരെല്ലാം നാശമടയും, ഉയർന്നു പോയതൊക്കെ തകർന്നു വീഴും, കൂട്ടുമൊക്കെ വേർപെടും, ജീവിതം മരണത്തിൽ കലാശിക്കും. തസ്മാത് പുത്രേഷു ദാരേഷു മിത്രേഷു ച ധനേഷു ച നാതിപ്രസംഗഃ കർത്തവ്യോ വിപ്രയോഗോ ഹി തൈർധ്രുവം. അതിനാൽ മക്കളിലും ഭാര്യയിലും മിത്രങ്ങളിലും ധനങ്ങളിലും അത്യാസക്തി പാടുള്ളതല്ല. അവരുമായി വേർപെടേണ്ടി വരും, തീർച്ചയാണ്. രാമൻ അല്പം ആശ്വസിച്ചു. അനുജൻ്റെ ഈ ധർമ്മോപദേശം കേട്ടിട്ട് ശ്രീരാമന് ഏർപ്പെട്ട ധർമ്മസങ്കടത്തിൽ ഒരു മനുഷ്യന് അവലംബിക്കാവുന്ന 3 മാർഗങ്ങളുണ്ട്. 1, അപവാദത്തെ വകവയ്ക്കാതെ രാജ്യഭാരം തുറന്നുകൊണ്ടു പോവുക. സീത ശുദ്ധയാണെന്ന് ഒരിക്കൽ ലോകസമക്ഷം തെളിയിച്ചിട്ടുണ്ട്. ശുദ്ധയാണെന്ന് തനിക്ക് പൂർണ്ണ ബോധ്യവുമുണ്ട്. അതിനാൽ അറിവില്ലാത്തവരുടെ പാഴ്വാക്കിനെ ഒക്കെ ഉപേക്ഷിച്ചിട്ട് താൻ രാജ്യഭരണം നടത്തും. അതുകൊണ്ട് അക്ഷോഭ്യനായി കാര്യങ്ങൾ നടത്തിക്കൊണ്ടു പോകാം. പക്ഷേ ഒരു കുഴപ്പം: രാമനൊരു വെറും വ്യക്തി മാത്രമാണെങ്കിൽ ആ നില സ്വീകരിക്കാം. സ്വയം സ്വധർമ്മം ആചരിച്ച് സ്വപ്രജകളെ സ്വധർമ്മത്തെ പ്രവർത്തിക്കുന്നതിന് ശപഥബദ്ധനാണ് ഒരു പ്രജാപാലകൻ. പ്രജാഹിതം അഗണ്യമാക്കാൻ നിവൃത്തിയില്ല. അപവാദ ശബ്ദം പുറപ്പെട്ട നിമിഷം മുതൽ അതിന് പരിഹാരം ചെയ്തില്ല എങ്കിൽ അത് വളരെ വേഗം വർദ്ധിക്കാനിടയുണ്ട്. തിന്മയുടെ എല്ലാ സ്വഭാവമാണത്. അതിനാലും ജനവാദത്തിന് നേരെ കണ്ണടയ്ക്കുന്നത് ഉചിതമല്ല എന്ന് തീരുമാനിക്കുന്നു. പിന്നൊന്ന് ചെയ്യാമായിരുന്നത് പരിശുദ്ധയായ പ്രിയതമയെ ഉപേക്ഷിക്കുന്നതിന് പകരം രാജ്യം ഉപേക്ഷിക്കുകയാണ്. പക്ഷേ അത് സ്വധർമ്മത്തിന് വേണ്ടി ചെയ്യുന്ന സ്വാർത്ഥത്യാഗമായിത്തീരും. വിൻസെൻ്റ് പ്രഭു അങ്ങനെ ചെയ്തു. പക്ഷെ അതാരും ആദരണീയമോ അനുകരണീയവുമോ ആയി കരുതുന്നില്ല. രാമന്
അതുവിധം ചെയ്തിരുന്നുവെങ്കിൽ നമുക്കിന്ന് രാമൻ്റെ പേര് പോലും കേൾക്കാനിടയാകുമായിരുന്നില്ല. അപ്പോൾ പിന്നെ ബാക്കിയുള്ള ഒരേ ഒരു വഴി എന്താണ്? സീതാപരിത്യാഗമാണ്. അതുമൂലം രാമൻ സീതയെ ശിക്ഷിക്കുകയല്ല ചെയ്തത്, പിന്നെയോ തന്നെത്താൻ ശിക്ഷിക്കുകയാണുണ്ടായത്. ഒരു പതിവ്രതാരത്നത്തിൻ്റെ സാന്നിധ്യത്തിൽ നിന്നും തന്നെ ദൂരെ ആക്കുകയാണ് ചെയ്തത്. തന്മൂലം സീതയേക്കാൾ കൂടുതൽ വേദന രാമൻ തിന്നുകയായിരുന്നു. സീതയെ രാമൻ ഒരു കാലവും സ്വഹൃദയത്തിൽ നിന്നും നിഷ്കാസനം ചെയ്തിട്ടില്ല. രാജാവായ തൻ്റെ സ്വധർമ്മ നിർവഹണത്തിന് വ്യക്തിഗത ജീവിതം വിലങ്ങായി വന്നപ്പോൾ സ്വസുഖം വെടിഞ്ഞു സ്വധർമ്മത്തെ നിലനിർത്തുകയാണ് രാമൻ ചെയ്തത്. ധർമ്മവും ഭോഗവും തമ്മിൽ വൈരുദ്ധ്യം വന്നപ്പോൾ രാമൻ ധർമ്മത്തെ വരിച്ചു, ഭോഗത്തെ ത്യജിച്ചു. അതാണ് രാമനെ രാമനാക്കുന്നത്, രാമായണത്തെ ധർമ്മശാസ്ത്രമാക്കുന്നത്. ഭർത്താവിന് ഭാര്യയിൽ എത്രമാത്രം അധികാരമാണുള്ളത്? ചിന്താർഹമായ ഒരു ചോദ്യം. ഒരു പുരുഷന് തൻ്റെ ഭാര്യയെ ഉപേക്ഷിക്കാമോ? പുരുഷന് സ്ത്രീയുടെ മേൽ എത്രമാത്രം അധികാരമുണ്ട്? സ്ത്രീ എന്തുമാത്രം പുരുഷന് വിധേയയാണ്? ചോദ്യങ്ങളാണ്. ആത്മഭാവങ്ങളെ ചിന്തിക്കുക. ദ്യൂതപരാജിതനായ യുധിഷ്ഠിരൻ പാഞ്ചാലിയെ പണയം വെച്ചു. ദുര്യോധനാജ്ഞയനുസരിച്ച് പ്രാതിഗാമി ചെന്ന് പാഞ്ചാലിയോട് കുരുസഭയിൽ ഹാജരാകാൻ ആവശ്യപ്പെട്ടു. പരിഭ്രാന്തയായ പാഞ്ചാലി തൻ്റെ ഭർത്താവിന് പണയം വയ്ക്കാൻ വേറൊന്നുമില്ലായിരുന്നോ എന്നന്വേഷിച്ചു. എല്ലാം പണയം വെച്ച് അനുജന്മാരെയും തന്നെയും പണയപ്പെടുത്തിയതിന് ശേഷമാണ് പാഞ്ചാലിയെ പണയം വെച്ചതെന്നർത്ഥം. ആ സംഗതി പറഞ്ഞപ്പോൾ അവൾ ഒരു പ്രശ്നം ഉന്നയിച്ചു. ധർമ്മപുത്രൻ പരകീയനായ പുരുഷനോ അതിനു മുൻപോ തന്നെ പണയം വയ്ക്കുന്നത് എന്ന്. സ്വയം പരവശനായ ഒരുവന് സ്വതന്ത്രനായ ഒരു വ്യക്തിയെ അന്യാധീനപ്പെടുത്താൻ അവകാശമുണ്ടോ? പാഞ്ചാലി ആ ചോദ്യം കുരുവൃദ്ധന്മാരോട് ചോദിച്ചു. താൻ അസ്വതന്ത്രയോ സ്വതന്ത്രയോ എന്ന്. ഭീഷ്മാദികൾ പോലും അതിന് ശരിയായ ഒരുത്തരം പറഞ്ഞില്ല. ധർമ്മവിഗ്രഹനായ യുധിഷ്ഠിരൻ ധർമ്മത്തിന് വിപരീതം ഒരു കാലവും ചെയ്തില്ല. ഭാര്യയെ യഥേഷ്ടം വിനിയോഗിക്കാൻ ഭർത്താവിനുള്ള അവകാശം പരാധീനനായാലും ഇല്ലാതാകുന്നില്ല എന്ന നിഗമനത്തിലാണ് എത്തിച്ചേരുന്നത്. പാഞ്ചാലി പ്രതിഷേധത്തോടെ എങ്കിലും അത് അംഗീകരിക്കുകയും ചെയ്യുന്നു. നിഷ്ക്രിയം കൊണ്ടും പരിത്യാഗം കൊണ്ടും സ്ത്രീ ഭർത്താവിൽ നിന്നും സ്വതന്ത്രയാകുന്നില്ല എന്ന് മനു മഹർഷിയും പറയുന്നു. കാമകാരോ മഹാപ്രാജ്ഞഃ ഗുരുണാം സർവദാ നഖ ഉപപന്നേഷു ദാരേഷു
പുത്രേഷു ച വിധീയത്തെ. ഗുരുക്കന്മാർക്ക് ഭാര്യയെയും മക്കളെയും യഥേഷ്ടം ഉപയോഗിക്കാം എന്നിവിടെ രാമൻ ഭരതനോട് പറയുന്നതും കാണാം. ഈ നിലയ്ക്ക് അക്കാലത്തെ നിയമമനുസരിച്ച് ഭാര്യയെ ഉപേക്ഷിക്കാൻ ഭർത്താവിന് അധികാരമുണ്ടായിരുന്നു എന്ന് വരുന്നു. സ്ത്രീ ഈ നിയമം സ്വീകരിച്ചു വരുന്നു എന്നുള്ളത് സത്യമാണ്. സീതാദേവിയും പ്രതിഷേധമൊന്നും കൂടാതെ ഈ പരിത്യാഗം സ്വീകരിക്കുന്നതിൽ നിന്നും വ്യക്തമാകുന്നു. മാത്രമല്ല, താൻ നിമിത്തം നിർവൃതിക്കേർപ്പെട്ട കളങ്കം തൻ്റെ ത്യാഗം കൊണ്ട് നീക്കുന്നത് യുക്തം തന്നെയാണെന്ന് കൂടി ആ മഹതി അംഗീകരിക്കുന്നുണ്ട്. 21-ാം നൂറ്റാണ്ടിലെ ആശയങ്ങളും നിയമങ്ങളും വെച്ചുകൊണ്ട് രാമായണ കാലത്തെ സംഭവങ്ങളെ നിരൂപണം ചെയ്യുന്നത് ശരിയാവുകയില്ല. രാമൻ്റെ നിലയിൽ നിന്നും സീതാപരിത്യാഗം അപരിഹാര്യമായിരുന്നു. അതാണ് രാമനതിൽ ആരുടെ അഭിപ്രായം ആരായിരുന്നതും ആരാഞ്ഞില്ല. പൊതുവെ രാമൻ പരപ്രത്യയനായ ബുദ്ധിയാണ്. ഒരു തീരുമാനം എടുക്കുന്നതിന് മുമ്പ് ഗുരുക്കന്മാരോടും മന്ത്രിമാരോടും അനുജന്മാരോടും ആലോചിക്കുമായിരുന്നു. പക്ഷേ രണ്ട് സന്ദർഭം, സീതാ തിരസ്കാരവും സീതാ പരിത്യാഗവും, ആരോടും ശ്രീരാമൻ ചോദിച്ചില്ല. അതിൻ്റെ നിയമവശം അന്വേഷിച്ചതുമില്ല. ആത്മഭാവങ്ങളെ അത്യന്തം മാനസിക സംഘട്ടനങ്ങൾ നിറഞ്ഞ 3 കഥാപാത്രങ്ങൾ, സീതാരാമന്മാരും ലക്ഷ്മണനും. ഈ സന്ദർഭം വളരെ യുക്തിയധിഷ്ഠിതമാണ്. ഓരോരുത്തരും നല്ലതുപോലെ ചിന്തിക്കുക. എവിടെയെങ്കിലും തെറ്റ് വന്നിട്ടുണ്ടോ? സീതയ്ക്ക് തെറ്റ് വന്നിട്ടുണ്ടോ? ശ്രീരാമന് തെറ്റ് വന്നിട്ടുണ്ടോ? സീതയെ തിരിച്ച് ലക്ഷ്മണന് തെറ്റ് വന്നിട്ടുണ്ടോ? അത്ഭുതാവഹമാണ് വാൽമീകിയുടെ പ്രതിഭ. സ്വസ്ത്യസ്തു ശുഭമസ്തു സന്തു മംഗള സദാനി.